അച്ഛൻ തുടരാം. അതായത് അമ്മ ത്രേസ്യയെ ഈ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ഈശോ എന്താണ് ചെയ്തത് എന്ന ഒരു ദർശനം അമ്മ ത്രേസ്യ എഴുതിയിട്ടുണ്ട്. അമ്മ ത്രേസ്യയുടെ ആത്മകഥയിലാണ്, അഭ്യന്തരകർമ്മത്തിലല്ല, ആത്മകഥയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അമ്മ ത്രേസ്യയെ ഈശോ സ്വർഗം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്ത് കാണിച്ചു കൊടുത്തു? സ്വർഗം കൊണ്ടുപോയി കാണിച്ചു. സ്വർഗത്തിൽ എന്തൊക്കെയാണ് അമ്മ ത്രേസ്യ കണ്ടത് എന്നതിനെ കുറിച്ച് അമ്മ ത്രേസ്യ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. അതിനുശേഷം അമ്മ ത്രേസ്യയെ നരകം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അമ്മ ത്രേസ്യക്ക് അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതിനെക്കുറിച്ച് നരകത്തിന്റെ അമ്മ ത്രേസ്യയുടെ ദർശനം അമ്മ ത്രേസ്യ അത്യാവശ്യം നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ വായിക്കാൻ പോവാണ്. ഈശോ അമ്മ ത്രേസ്യയെ നല്ല വഴിക്ക് നയിച്ചത് എങ്ങനെയാണ് എന്നതിന്റെ ഒരു ഉദാഹരണം പറയാൻ പോവാണ്. ഹല്ലേലൂയ. അമ്മ ത്രേസ്യയുടെ നരകത്തിന്റെ ദർശനം, അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അമ്മ ത്രേസ്യ പറയാണ്, നരകത്തിന്റെ പ്രവേശന കവാടം വളരെ നീണ്ടതും, നോക്കുമ്പോ ഇങ്ങനെ നീണ്ടു കിടക്കാം, ഒരു ചൂള എന്നതുപോലെ ഇടുങ്ങിയതും. ചൂള കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിങ്ങനെ പരന്നു കിടക്കാണോ? ഗ്രൗണ്ട് പോലെയാണോ? അല്ല, ചൂള എന്നതുപോലെ ഇടുങ്ങിയതും. ഇതിന്റെ കവാടമാണ് വളരെ താഴ്ന്നതും. നമ്മള് സെൻട്രൽ ജയിലിൽ കയറുമ്പോ അല്ലെങ്കിൽ കണ്ണൂർ ജയിലിൽ കയറുമ്പോ ഇങ്ങനെ തല താഴ്ത്തി പിടിച്ച് കയറണമെന്നാണ്. അച്ഛൻ കയറിയിട്ടില്ല, കുനിഞ്ഞ് കയറണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത് അത്രയൊന്നും കുനിഞ്ഞാ പോരാ, ശരിക്കും കുനിച്ച് നിർത്തി കയറ്റുന്ന അത്രയും താഴുന്നതും. ശ്രദ്ധിക്കണം ഓരോന്നും. ചൂള എന്നത് വളരെ നീണ്ടതും, ചൂള എന്നതുപോലെ ഇടുങ്ങിയതും, വളരെ താഴ്ന്നതും, ഇരുട്ട് നിറഞ്ഞതും അടഞ്ഞതുമായിരുന്നു. ഇങ്ങനെ ഇരുട്ട് കുത്തി കിടക്കാണ്. ആ പ്രവേശന കവാടം കാണുമ്പോ തന്നെ നമ്മുടെ പകുതി ആയുസ് പോകും. ഇനി അകത്ത് കയറിയതിന് ശേഷം ഗ്രൗണ്ട്, തറ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതും സഹിക്കാനാവാത്ത ദുർഗന്ധം കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. ഒരു കാലെടുത്ത് വെക്കാൻ പറ്റില്ല, അവിടെ ചെളിയാണ്. ദുർഗന്ധം നിറഞ്ഞ ചെളി കെട്ടിക്കിടക്കുന്ന, സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമുള്ള ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് തറ. ഇനി അതൊക്കെ കടന്ന് ഈ ചെളിയൊക്കെ ചവിട്ടി കയറി നടന്ന് അതിന്റെ അവസാന ഭാഗത്ത് ഒരു മതില്. ഈ മതിലില് അമ്മ ത്രേസ്യ എഴുതുന്നത് ക്ലോസറ്റ്